പാടൂർ ജുമാഅത്ത് പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ശേഷം മഴയ്ക്ക് വേണ്ടി പ്രത്യേക നമസ്കാരം നടന്നു. മദ്രസകളിലും ഇസ്തിഗ്ഫാർ അടക്കമുള്ള ദിക്കറുകൾ പ്രാർത്ഥന നടത്തണമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ നിർദ്ദേശം നൽകിയിരുന്നു. പാടൂർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന് നേതൃത്വം നൽകി. മുല്ലശ്ശേരി തണ്ണീർക്കായലിന് സമീപം കിസാൻ റോഡിൽ മാലിന്യം തള്ളുന്നത് പതിവായി. വീടുകളിൽ നിന്നുള്ള മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കമുള്ളവയാണ് ചെറു കവറുകളിലാക്കി റോഡരികിൽ തള്ളുന്നത്. ദുർഗന്ധം മൂലം ഇതുവഴി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും ആവശ്യപ്പെട്ടു. എളവള്ളി നോർത്ത് സയ്യിദ് ഫസൽ ജമുലൈലി മോറൽ അക്കാദമിയിൽ നിന്ന് കോഴിക്കോട് കാരന്തൂർ മാർക്കസിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന ഷാമിൽ മുസ്ലിയാരെ അനുമോദിച്ചു. മഹല്ല് കമ്മിറ്റിയുടെയും കേരള മുസ്ലിം ജമാഅത്ത് SYS SSF എളവള്ളി യൂണിറ്റിന്റെയും നേതൃത്വത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത്. ഹുസൈൻ ജുമുലൈലി ചേളാരി മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഹാഷിം സഖാഫി മമ്പുറം, ബഷീർ സുഹരി വയനാട്, മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൾ കബീർ, KMJ പ്രസിഡന്റ് മൂപ്പിൽ ഖമറുദ്ദീൻ, സെക്രട്ടറി PU ഖമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. അനുമോദന ഫലകവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. എളവള്ളിയിൽ 2 വയസ്സുള്ള പോത്ത് ചത്തത് കാലാവസ്ഥാ വ്യതിയാനം മൂലമെന്ന് സംശയം. വാഗ കാക്കത്തുരുത്ത് പ്രവീണിന്റെ ഉടമസ്ഥതയിലുള്ള പോത്താണ് ചത്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് പോത്ത് ചത്തുകിടക്കുന്നത് കണ്ടത്. പ്രവീണിന് ആകെ 7 പോത്തുകളാണുള്ളത്. എളവള്ളി മൃഗഡോക്ടറെ വിവരമറിയിച്ചിട്ടുണ്ട്. മണത്തല മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ INTUC നേതാവ് ഖാലിദിനെ അനുസ്മരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു. KV സത്താർ, ഫൈസൽ കാനാമ്പുള്ളി, ഷാഹു കുറ്റിയിൽ, PM റഹീം, ഷിഹാബ് കലിമ എന്നിവർ സംസാരിച്ചു. ചരമം. കടപ്പുറം പുതിയങ്ങാടി പരേതനായ ബുഖാറയിൽ BT സാലിഹ് തങ്ങൾ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സുഹ്റ ബീവിയാണ് ഭാര്യ. ആബ്ദീൻ തങ്ങൾ, അഷറഫ് തങ്ങൾ, ത്വയ്യിബ് തങ്ങൾ, നായില ബീവി, ലുബാബ ബീവി എന്നിവരാണ് മക്കൾ. സലാഹുദ്ദീൻ തങ്ങൾ, ഷാക്കിർ തങ്ങൾ, തസ്നി, ഫൗസിയ എന്നിവരാണ് മരുമക്കൾ. ഖബറടക്കം നടത്തി.